തന്നെ കോഴിക്കോട് നിന്നും അതേ വാർത്ത വരുന്നു. വിലങ്ങാട് വീണ്ടും ഉരുൾപൊട്ടി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന പുതിയ വാർത്ത. കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലിൽ കനത്ത നാശം വിതച്ച അടിച്ചിപ്പാറയിൽ വീണ്ടും ഉരുൾപൊട്ടി എന്ന് മിഥില റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട് നിന്നും വൈകുന്നേരം 5:45 ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസത്തെ നാശം വിതച്ച ചാലിലൂടെ മഴവെള്ളം കുത്തിയൊലിച്ച് വരികയായിരുന്നു. അങ്ങനെ അവിടെ വീണ്ടും ആശങ്കാജനകമായൊരു സാഹചര്യമുണ്ട് എന്ന് മിഥില റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ മേഖലയിലാകെ തന്നെ വലിയ ദുരിതം ഇപ്പോഴും പെയ്തിറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുണ്ടക്കയും ഒപ്പം തന്നെ ഈ ചുരൽമലയും അട്ടമലയും ഒക്കെ ഒരു 3 ദിവസം മുൻപ് തന്നെ ഏറ്റവും പ്രകൃതി സുന്ദരമായൊരു ദേശമായിരുന്നു, ഒരു പ്രദേശമായിരുന്നു. അതെല്ലാം തന്നെ ഇന്നിപ്പോൾ ഒരു ചാവുനിലമായി മാറുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ എല്ലാം ഒരുപാട് വിലാപങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഉറ്റയുടെ നഷ്ടപ്പെട്ട ആൾക്കാരുടെ ഒരുപാട് പേരുടെ കരച്ചിൽ, അതെല്ലാം ആ തേങ്ങൽ പോലെ ആ രീതിയിൽ അത് ചുരൽമലയൊക്കെ ഒരു സങ്കടമലയായി മാറിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം അത് ആ രീതിയിൽ തന്നെ നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ശക്തമായ മഴ ആ മേഖലയിലുണ്ട്. അത് വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലേക്കും നേരെ അവർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഓരോ സെക്കൻഡുകളും നമുക്ക് ലഭിക്കുന്ന പുതിയ വാർത്തകളും അവിടുത്തെ ദൃശ്യങ്ങളും എല്ലാം നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം മാത്രമാണ് രക്ഷാപ്രവർത്തനം മന്ദഗതി. രാവിലെ നമ്മൾ 6 മണി മുതൽ കാണുന്നതാണ്. 6 മണി മുതൽ ഈ സമയം വരെയും ഒരു നിമിഷം പോലും പാഴാക്കാതെയുള്ള എണ്ണയിട്ട യന്ത്രം പോലെയുള്ള എല്ലാ സംഘടനകളും സംവിധാനങ്ങളും സേനാ വിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന സർക്കാർ ഏകോപനത്തിലൊക്കെ നടക്കുന്ന ചിട്ടയായ രക്ഷാപ്രവർത്തനം നമ്മൾ ഈ സമയം വരെ കാണുകയായിരുന്നു. അതിന് കാരണമായത് അത്യാവശ്യം അനുകൂലം, ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ടാണ് ആ മേഖലയിൽ. അതുകൊണ്ട് അത്യാവശ്യം അനുകൂലമായ കാലാവസ്ഥ ഈ സമയം വരെ ഉണ്ടായിരുന്നു. എന്നാൽ മഴയില്ല എന്നുള്ളതല്ല, ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയി. പക്ഷേ വൈകുന്നേരമാകുമ്പോഴേക്കും കളി മാറുന്നു. അവിടെ പെരുമഴ പെയ്ത്താണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പുഴയിലൂടെയുള്ള ഈ കാണുന്ന പുഴയിലൂടെയുള്ള ജലനിരപ്പ് വല്ലാതെ ഉയരുന്ന കാഴ്ച കണ്ടു. സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നുണ്ട്. സുർജിത്ത്, നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുന്ന കാഴ്ചകൾ ഇടവേളകളില്ലാത്ത മൃതദേഹങ്ങൾ മുണ്ടക്കയിൽ നിന്ന് കിട്ടുന്നതാണ്, ഇടവേളകളില്ലാതെ നിലമ്പൂരിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ സുർജിത്ത്, നമ്മൾ ഈ മൃതദേഹങ്ങൾ കണ്ട് മനസ്സ് മരവിച്ചവരായി മാറി. സുർജിത്ത്, ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ്. ഈ സൈന്യം ഒരു മതിൽ പോലെ ആ പാലത്തിന് മുകളിൽ നിന്നുകൊണ്ട്, ആ ചെറുപാലത്തിന് മുകളിൽ മതിൽ പോലെയാണ് സൈന്യം നിൽക്കുന്നത്. അങ്ങനെയാണ് രക്ഷാപ്രവർത്തകർക്ക് പുറത്തേക്ക് എത്താൻ കഴിയുന്നത്. നല്ല മഴവെള്ളം പെയ്ത്തുണ്ട്, അത്രമാത്രം വെള്ളം കയറിയിട്ടുണ്ട്. ഈ ചൂരൽമല പുഴയിൽ ആ പാലം മുങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെയാണ് ഇങ്ങനെ സൈന്യം ഒരു പ്രതിരോധ കോട്ട പോലെ ഈ പാലത്തിന് സമീപത്ത് നിലയുറപ്പിച്ച് നിന്നുകൊണ്ട് ആളുകളെ പൂർണ്ണമായും അവിടേക്ക് പുറത്തേക്ക് എത്തിക്കുന്ന ആ ഒരു ദൗത്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രയും പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാണ് അത്. ആ ദൃശ്യം നമ്മുടെ ക്യാമറാമാൻ പ്രജുൽ അത് കാണിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇവിടെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം വളരെ സജീവമായ രീതിയിൽ തന്നെ ഇവിടെ പുരോഗമിക്കുന്നു. മറുഭാഗത്ത് ഈ ആളുകൾ ഒന്നൊന്നായി ഇവിടെ കുറയുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ആ നേരത്തെ ഉണ്ടായിരുന്ന നിരയല്ല, ഇനി ഏതാണ്ട് ഒരു 60ഓളം പേർ മാത്രമാണ് പുറത്തേക്ക് എത്താനുള്ള രക്ഷാപ്രവർത്തകർ. അത്ര ഇതായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. മാത്രമല്ല ഒരു തരത്തിലും ഇവിടെ എത്രയും വേഗത്തിൽ തന്നെ ഈ പാല നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ള ദൗത്യമാണ് സൈന്യം ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ബെയിലി പാലം നിർമ്മിക്കുക എന്നുള്ള ദൗത്യമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. 190 അടി നീളത്തിലുള്ള പാലമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അത് നേരെ വേഗത്തിൽ തന്നെ സുഗമമായ രീതിയിൽ രക്ഷാപ്രവർത്തനം സാധ്യമാക്കുന്ന ഇടപെടൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള ശ്രമം ഉണ്ടാകുന്നത്. കൂടുതൽ രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ആ തേയിലത്തോട്ടത്തിനകത്തുകൂടി കടന്നു വരുന്ന ആ റോഡിൽ നിന്ന് മലയാളത്തിൻ്റെ സൈന്യം, അതായത് മലയാളത്തിൻ്റെ സൈന്യം ഇതാ കടന്നു വരുന്നു. ഇവരെല്ലാം തന്നെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ, സ്വയം സന്നദ്ധരായി വന്നവർ, അത്തരത്തിൽ നിരവധി സംഘടനകളുടെ പ്രവർത്തകർ, അങ്ങനെ വന്ന മനുഷ്യരാണ്. ഒരു കോട്ട പോലെ ആളുകളെ തിരയാനും അതോടൊപ്പം തന്നെ കണ്ടെത്താനും രക്ഷാദൗത്യത്തിനും എല്ലാം തന്നെ നേതൃത്വം നൽകുന്ന അനവധി മനുഷ്യരുണ്ട്. ആ മനുഷ്യരാണ് ഇവിടെ കടന്നു വരുന്നത്. അവരെ സൈന്യം ഈ പുഴയിലെ കുത്തിയൊലിക്കുന്ന പുഴയിൽ ഈ സൈന്യം ഒരു കോട്ട പോലെ നിലയുറപ്പിച്ചുകൊണ്ടാണ്, ഈ വെള്ളത്തെ മറികടന്ന് കോട്ട പോലെ നിലയുറപ്പിച്ചുകൊണ്ടാണ് ഇവിടേക്ക് ആളുകളെ കടത്തി വിടുന്നത്. ചൂരൽമലയിലേക്ക് ഈ രക്ഷാദൗത്യത്തിന് പോയ ആളുകളെല്ലാം കടത്തി വിടുന്നത്. അങ്ങനെയാണ്
അങ്ങനെ ഈ ദൗത്യം മുന്നോട്ട് പോകുന്നു. നമ്മൾ നേരത്തെ കണ്ടു പോത്തുപാറ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് തലച്ചുമടായി ആളുകളെ എത്തിക്കുന്ന യുവജന പ്രവർത്തകരെ കണ്ടു. അങ്ങനെ പലതരത്തിലുള്ള യുവജന പ്രവർത്തകരുടെ കൂട്ടായ്മകൾ, അത്തരത്തിലുള്ള കൂട്ടായ്മകളുടെ ഒരു ഇടപെടൽ കൂടിയാണ് ഇത്തരം ദൗത്യത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇവിടെ ബെയിലി പാലത്തിന് നിർമ്മാണം നടത്തുന്നു. പലതരത്തിലാണ് രക്ഷാപ്രവർത്തന നടപടികൾ. ഈ ബെയിലി പാലം എത്ര പെട്ടെന്ന് പൂർത്തിയാകുന്നു അത്ര പെട്ടെന്ന് തന്നെ രക്ഷാദൗത്യത്തിന് വലിയ കൈത്താങ്ങാവുന്ന ഒരു തർക്കമില്ല. ഇന്നിപ്പോ ആ പുഴ മറികടന്നുകൊണ്ട് ഒരു വോൾവോയും ഒരു വോൾവോയുടെ ചെറിയ പ്രൊക്ലൈനറും ഒരു JCBയും അതിനകത്തേക്ക് കടക്കുന്നത് കണ്ടു. ഈ പാലം, ഈ ബെയിലി പാലം റെഡിയാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൂടുതൽ യന്ത്രസാമഗ്രികൾ അങ്ങോട്ട് പോകാം. പ്രേക്ഷകർ കാണുന്നത് അവിടുന്ന് വിവിധ മേഖലകളിൽ ഇന്ന് അങ്ങോട്ടേക്ക് വിവിധ സേനാ വിഭാഗങ്ങൾ, സാധാരണക്കാർ, NDRF, ഫയർഫോഴ്സ്, നമ്മുടെ ഇവിടുത്തെ ആമയിഴിഞ്ഞം തോട്ടിൽ ഉണ്ടായിരുന്ന സ്ക്യൂബ സംഘങ്ങളൊക്കെ ഇന്ന് ഒരു വലിയ സേന പോലെ അകത്തേക്ക് പോയിരുന്നു. ഇവർ രക്ഷകരാണ്, ഇവർ മുണ്ടക്കൈയുടെ രക്ഷകരാണ്. മുണ്ടക്കൈയിൽ പോയി രക്ഷാപ്രവർത്തനം ഇന്ന് പൂർത്തിയാക്കിയെന്നാൽ അവർക്ക് അവിടുന്ന് വരാൻ മനസ്സോട് വരുന്നതല്ല. ഇന്ന് മറ്റു വഴിയില്ലാതെ അവിടെ ഇപ്പോഴും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖല തന്നെയാണ്. വലിയ മഴ ഒക്കെ പെയ്യുകയാണെങ്കിൽ അവരുടെ തന്നെ ജീവന് പ്രശ്നമുണ്ടാകുന്ന പ്രശ്നം അവിടെയുണ്ട്. അവിടെ ജലനിരപ്പ്, നദിയിലെ ഒരു മലവെള്ളപ്പാച്ചിൽ കണക്കെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇനി അവിടെ നിൽക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ അവർ മടങ്ങുന്നവരാണ്. അതാ നോക്കൂ, ഇത്രയധികം ആളുകൾ ഇന്ന് രാവിലെ മുതൽ ഈ മേഖലയിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കഠിനാധ്വാനം തന്നെയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച. ഇവിടെ നിന്ന് ചൂരൽ ആ പുഴയ്ക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന താൽക്കാലിക പാലത്തിലൂടെ സൈന്യം ഒരു കോട്ട പോലെ അപ്പുറവും ഇപ്പുറവും അവരെ അപ്പുറത്തേക്ക് കടത്തുകയാണ്. ഇപ്പോഴും അതിനകത്തുനിന്ന് കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. 250 അല്ല, നമ്മൾ നേരത്തെ 250 സേനാ വിഭാഗം എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനേക്കാൾ കൂടുതലുണ്ട്. സാധാരണക്കാരും സന്നദ്ധ സംഘടനകളും ഒക്കെയുണ്ട്. നേരത്തെ പോത്തുകല്ലിൽ തലച്ചുമടായി അല്ലെങ്കിൽ പോത്തുകല്ലിൽ നിന്ന് ഒരു മൃതദേഹം കിലോമീറ്ററുകൾ തലച്ചുമടായി എത്തിച്ച DYFI യൂത്ത് ബ്രിഗേഡിന്റെ കാര്യം സുർജിത് അയ്യപ്പത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ വിവിധ സംഘടനാ പ്രവർത്തകർ 240 മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. 240 നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇത് വല്ലാത്ത പ്രത്യാഘാതം, ഇത് വല്ലാത്ത വ്യാപ്തിയുള്ളൊരു ദുരന്തമാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതിനാനുപാതികമായ രീതിയിൽ മരണസംഖ്യ വല്ലാതെ ഉയരുന്ന കാഴ്ച. ഏറ്റവും വേദന ഉണ്ടാക്കുന്ന 240 മരണം എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ കണക്കേ അല്ല. അത് കേരളത്തിൽ അടുത്തിടെ ഉണ്ടായ ഏറ്റവും വലിയ, അല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായ ദുരന്തങ്ങളിലെ ഏറ്റവും വലിയ ദുരന്ത പട്ടികയിൽ അത് മാറുകയാണ്. വയനാട് ആ മേഖല ഒന്നാകെ വാഷ് ഓഫ് ചെയ്തു പോയി. 240 മരണം. ഒരുപാട് പേരെ കാണാനില്ല എന്നവർ പറയുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ആദ്യം പറഞ്ഞ് 98 പേരെ കാണാനില്ല എന്നാണെങ്കിൽ ഇന്നത് റവന്യൂ വകുപ്പ് 221 എന്ന് പറയുന്നു. അതൊന്നുമല്ല എന്ന് പ്രാദേശികവാസികൾ പറയുന്നു. അതൊന്നുമല്ല, അതിൽ കൂടുതൽ, അതിൻ്റെ 10 മടങ്ങ് ആളുകളെ ഞങ്ങൾക്ക് കാണാനില്ല എന്ന് പറയും. നേരത്തെ ഒരു നാസർ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 40ഓളം പേരെ നഷ്ടപ്പെട്ട ഒരാളാണ്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരും എല്ലാം നഷ്ടപ്പെട്ടവരും അങ്ങേയറ്റം വേദന അനുഭവിക്കുന്നവരുമാണ്. അവരുടെ കൂടെ നിൽക്കൽ കേരളത്തിൻ്റെ കടമയാണ്, കേരളത്തിൻ്റെ ബാധ്യതയാണ്. ഇക്കാലം അത്രയും നമ്മൾ നിന്നു. നേരത്തെ വിജയകുമാർ പറഞ്ഞു, ജാതി മത ഭേദമില്ലാതെ, രാഷ്ട്രീയ ഭേദമില്ലാതെ, മറ്റെന്തും ഭേദമില്ലാതെ അവിടെ ആ ദുരന്തഭൂമിയിൽ ഒന്നിക്കുന്നു എന്ന് പറയുന്നു. അത് നമ്മുടെ ശീലമാണ്. ദുരന്തമുണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് നമ്മുടെ ശീലമാണ്. ആ ശീലം ഇവിടെയും പ്രകടമാണ്. പക്ഷേ നമ്മൾ കാണുന്നത് അങ്ങേയറ്റം വിറങ്ങലിക്കുന്ന, അങ്ങേയറ്റം ചങ്ക് തകർക്കുന്ന, അങ്ങേയറ്റം നമ്മളെ പകച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന വല്ലാത്ത ദൃശ്യങ്ങൾ നമ്മൾ ആ മേഖലയിൽ നിന്ന് കാണുകയാണ്. മിഥില ബാലൻ കൂടി ചെയ്യുന്നുണ്ട്. പ്രജിൻ ഉരുൾപൊട്ടിയ വിലങ്ങാട്ടെ വിവരങ്ങളുമായാണ്. മിഥില, ഈ വിലങ്ങാടാണ് വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന വാർത്ത ഇപ്പോൾ വരുന്നത്. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? ഏതൊക്കെ മേഖലയിലാണ് ദുരിതമുള്ളത് ഇപ്പോൾ? കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. വൈകുന്നേരം 5:45 ഈ ഒരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഈ ഒരു മഞ്ഞച്ചീളി, അടിച്ചിപ്പാറ, മലങ്ങാട്, പാനോം, വലിയ പാമ്പോ, പന്നിയേരി, മുച്ചങ്കയം തുടങ്ങി 10ഓളം ഇടങ്ങളിലായിരുന്നു ഈ വിലങ്ങാട് ഉരുൾപൊട്ടിയിട്ടുണ്ടായിരുന്നത്. വലിയ നാശനഷ്ടമായിരുന്നു ഉണ്ടായിട്ടുള്ളത്. 10 തവണ പല സ്ഥലങ്ങളിലായി ഉരുൾപൊട്ടി. 20ഓളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ഒരാളെ, റിട്ടയർഡ് അധ്യാപകനായ മഞ്ഞച്ചേരി സ്വദേശി മാത്യു എന്ന മത്തായി കാണാതായിട്ടുണ്ട്. അദ്ദേഹത്തെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആ സ്ഥലത്ത് സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വൈകുന്നേരമാണ് വീണ്ടും ഉരുൾപൊട്ടിയിട്ടുള്ളത്. വലിയ രീതിയിൽ മഴ ഈ ചാലിലൂടെ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു നാശം വിതച്ച ചാലിലൂടെ മഴവെള്ളം കുത്തിയൊലിച്ചെത്തുകയായിരുന്നു. കല്ലും മണ്ണും ഉൾപ്പെടെ ഒലിച്ചിറങ്ങി. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഈ വിലങ്ങാട് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ വീണ്ടും ആ ഒരു പ്രദേശത്താണ് ഉരുൾപൊട്ടി വീണ്ടും നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വ്യക്തമാണ്. എന്തായാലും തിരികെ വീണ്ടും വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 240 മരണം ഇതിനോടകം
രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ വലിയ ദുരന്തമായി മാറുന്നുണ്ട്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി ഈ വയനാട്ടിലെ മുണ്ടക്കയിലെ ഈ ദുരന്തം മാറുന്നുണ്ട്. കഴിഞ്ഞ ഒരു 2 മണിക്കൂറിൽ ഏതാണ്ട് 70 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് ഈ കണക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതാണ്ട് 4:30-5 മണി സമയത്ത് 178 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്ന വാർത്തയാണ് വന്നത്. ഇപ്പോൾ 240 കഴിഞ്ഞ 1.5 മണിക്കൂർ നേരത്ത് അത്രമാത്രം മൃതദേഹങ്ങൾ വീണ്ടും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈ രക്ഷാപ്രവർത്തകർ മറുകരയിൽ പോയി അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയും ദൗത്യത്തിൽ ഭാഗമായി ആ സമയത്ത് നടന്ന ഒരുപാട് പേർ മൃതദേഹങ്ങളായി നമുക്ക് ലഭിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരെ തിരികെ ഇപ്പോൾ ഈ പുഴ കടത്തി തിരികെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു. ആ സമയത്താണ് ഈ താൽക്കാലിക പാലം തകർന്നു വീണത്. അത് ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നു. മഴ മറ്റൊരു പ്രതിസന്ധിയാണ്. അങ്ങനെ ആ മേഖലയിൽ ആകെ തന്നെ നിലവിൽ ചില ആശങ്കകളും അനിശ്ചിതങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും അറിയേണ്ടത് ഇനിയും എത്ര പേർ ഇതുപോലെ ഇവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, എത്ര പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട്, ഇതൊക്കെ എപ്പോഴായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക എന്നൊരു വലിയ സങ്കട ചോദ്യം മുന്നിലുണ്ട്. ഉറ്റവരെ നഷ്ടപ്പെട്ട ഒരുപാട് പേർ ഇപ്പോഴും ഈ ആശുപത്രികളിലും ക്യാമ്പുകളിലും കഴിയുന്നുണ്ട്. അവർ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് പലയിടങ്ങളിലേക്കും ഇപ്പോഴും ഈ രക്ഷാ ദൗത്യ സംഘത്തിന് എത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ അവിടേക്ക് എത്തിയ ആൾക്കാർ പറയുന്നു ഇവിടെ സാധാരണ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇനിയും കൂടുതൽ സംവിധാനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടു.